എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച സി പ്രതാപചന്ദ്രൻ തന്നെ യാതൊരു കാരണവുമില്ലാതെയായിരുന്നു മർദ്ദിച്ചതെന്ന് മർദ്ദനമേറ്റ കാക്കനാട് സ്വദേശി റിനീഷ് റിപ്പോർട്ടറിനോട്. അതായത് ഷൈമോൾക്ക് മാത്രമല്ല, പകരം റിനീഷിനും ഇതിനു മുൻപ് ഇതേ CI പ്രതാപചന്ദ്രന്റെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു. ലാത്തി കൊണ്ടടിച്ച ശേഷം മുഷ്ടി ചുരുട്ടി മുഖത്തിടിച്ചു. സെൻട്രൽ ACP അന്വേഷണം നടത്തിയെങ്കിലും ചെറിയ നടപടിയിൽ ഒതുക്കിയെന്നും റിനീഷ് പറഞ്ഞു. മനുഷ്യനോട് ഇത്ര വൈരാഗ്യമുള്ള പോലീസുകാരനെ മുൻപ് താൻ കണ്ടിട്ടില്ല. പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തതിൽ സന്തോഷമുണ്ടെന്നും റിനീഷ് പറഞ്ഞു. റിനീഷിനെ ഒന്ന് കേൾക്കാം. എൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ പേരെന്താണെന്ന് വെച്ച് ഞാൻ റിനീഷനാന്ന് പറഞ്ഞു. നിൻ്റെ വീട് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കാക്കനാടെന്ന് പറഞ്ഞു. കാക്കനാടുള്ളവനെ എറണാകുളത്ത് എന്തിനു വന്നതെന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ എൻ്റെ പോക്കറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്സെറ്റിൻ്റെ കവറുണ്ടായി, ബ്ലൂടൂത്തിൻ്റെ. അതാന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്ന സമയത്താണ് എന്നെ തല്ലിയത്. ലാത്തിക്ക് അടിച്ചപ്പോൾ ലാത്തി ഒടിഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു എന്തിനാ എന്നെ തല്ലണേന്ന് ചോദിച്ചപ്പോൾ മുഷ്ടി ഉരുട്ട് മുഖത്തിട്ട് അടിച്ചായിരുന്നു. ഭയങ്കര ദേഷ്യം വൈരാഗ്യമുള്ള രീതിയിലായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് ഇയാൾ തല്ലണത്. നമ്മളെന്തെങ്കിലും അയാളുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട്, എൻ്റെ വേറെ എന്തെങ്കിലും പിടിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അയാളുടെ തരിപ്പ് തീരുന്നവരെ എന്നെ തല്ലിയിട്ടുണ്ട്. എന്തായാലും എന്നെ വിടുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, ഇവനെ തല്ലിയിട്ടുണ്ട്, നിങ്ങൾ കേസ് കൊടുക്കണമെങ്കിൽ എനിക്ക് വേറെ രീതിയിൽ എഴുതാനാന്ന് പറഞ്ഞു. നമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ള കേസ് ഉണ്ടാക്കി വെക്കും. പിന്നെ അത് തെളിയിക്കാൻ എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല. മനുഷ്യരോട് ഇത്രയും വൈരാഗ്യം എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഇതേപോലെ തല്ലണത്? നമുക്ക് ഒരാളുടെ അടുത്ത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ശരൺ നമുക്കപ്പം. ശരൺ, ഈ പ്രതാപചന്ദ്രൻ മിന്നൽ പ്രതാപനായത് ഷൈമോളുടെ അടുത്ത് മാത്രമല്ല അല്ലേ? ഇപ്പോൾ റിനീഷിനെതിരെയും നേരത്തെ ഇയാൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. അന്നും ഒരു ACP അന്വേഷിച്ചൊരു ചെറിയ നടപടിയിൽ ഒതുക്കി. ഇയാളെ വളർത്തിയെടുത്തത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ തലോടലാണെന്ന് തോന്നുന്നു അല്ലേ ശരൺ? അരുൺകുമാർ, തീർച്ചയായിട്ടും ഈ മിന്നൽ പ്രതാപൻ എന്നുള്ള പേര് അത് പൊതുവെ ഒരു സമയത്ത് കൊച്ചിയിൽ വലിയ രീതിയിൽ തന്നെ മുഴങ്ങിക്കേട്ടിരുന്ന പേരാണ്. എങ്കിൽ ഇതിൽ സ്വാഭാവികമായിട്ടും പോലീസ് നടപടിയെടുത്തിരുന്നുണ്ടെങ്കിൽ കൂടുതൽ പരാതികൾ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഈ സംഭവം നടക്കുന്നത്, അതായത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ 3 തവണ റിപ്പോർട്ട് നൽകിയിട്ട് പോലും ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു സംഭവമാണ് ഈ കാക്കനാട് സ്വദേശിയായ റിനീഷിന് നേരിട്ട മർദ്ദനം. അതായത് റിനീഷിന് ഈ സംഭവം നടക്കുന്നത് 2023 ഏപ്രിലാണ്. റിനീഷ് മാൻ പവർ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അന്ന് വിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നോർത്ത് പാലത്തിനടിയിലായിട്ട് ഇരിക്കുന്നത്. അപ്പോഴാണ് പ്രതാപചന്ദ്രൻ അവിടേക്ക് വരുന്നത്. അതിനുശേഷം എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. കാക്കനാടുള്ള ആൾ എന്തിന് എറണാകുളത്തേക്ക് വരണം, കൊച്ചിയിലേക്ക് വന്ന് ഇവിടെ ഇരിക്കണമെന്നുള്ളത് ചോദിക്കുന്നു. അതിനിടയിൽ തന്നെ റിനീഷ് പോക്കറ്റിൽ എന്താണെന്ന് ചോദിച്ചതോടുകൂടി റിനീഷ് പോക്കറ്റിൽ നിന്ന് ഹെഡ്സെറ്റ് എടുത്തോടുകൂടി ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് റിനീഷ് പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മുഖത്തടിച്ചു എന്നുള്ള പരാതി റിനീഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. റിനീഷ് കൊച്ചി കമ്മീഷണർക്ക്, സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ ACP അന്വേഷണം നടത്തിയിരുന്നത്. സെൻട്രൽ ACP റിനീഷിന്റെ മൊഴി എടുത്തിരുന്നെങ്കിൽ പോലും കർശനമായ നടപടികളിലേക്ക് പോരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ സർവീസ് ഹിസ്റ്ററിയിൽ ബ്ലാക്ക് മാർക്ക് രേഖപ്പെടുത്തുന്നതിനപ്പുറമുള്ള ഒരു കർശനമായ നടപടിയും പ്രതാപചന്ദ്രനെതിരെ ഉണ്ടായിരുന്നില്ല. എന്തായാലും റിനീഷിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിനീഷ് തന്നെ പറയുന്നുണ്ട്, ഇത്രയും ക്രൂരമായി പെരുമാറുന്ന, മനുഷ്യനോട് ഇത്ര വൈരാഗ്യമുള്ള ഒരു പോലീസുകാരനെ താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് മാത്രമല്ല, മറ്റ് അനവധി പരാതികൾ ഈ പ്രതാപചന്ദ്രനെതിരെ ഉണ്ടായിരുന്നു. അതിൽ തന്നെയാണ് ഈ ഗർഭിണിയായ യുവതിയുടെ യുവതിയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. ഇതിന് പുറമെ യുവനടനായ സനൂപിനെ ഇയാൾ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സനൂപിന്റെ പ്രതികരണം അടക്കം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. പ്രതാപചന്ദ്രനെതിരെ നിലവിൽ സസ്പെൻഷൻ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ സന്തോഷമുണ്ടെന്നുള്ളത് റിനീഷ് പറയുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം പിരിച്ചുവിടാനുള്ള പ്രവൃത്തിയാണ് ഇയാൾ ഈ കരിയർ നടത്തിയെന്നുള്ളത് കൂടിയാണ് റിനീഷ് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, പ്രതാപചന്ദ്രൻ മിന്നൽ പ്രതാപനായത് ഒരു സന്ദർഭത്തിൽ മാത്രമല്ല. ഇതിനു മുമ്പ് മറ്റൊരു യുവനടൻ സനൂപിനെതിരെയും ഇയാൾ ഇതേപോലെ ഇയാളുടെ മിന്നൽ പ്രതാപം കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ റിനീഷ്, ഇപ്പോൾ വരുന്നു ഷൈമോള്. ഇവർക്ക് ഈ സമയത്തൊക്കെ പരാതി കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ താക്കീത് കൊടുത്തു വിടും, ചെറിയ ചെറിയ നടപടികളിൽ ഒതുക്കി വിട്ടതാണ് ഈ പ്രശ്നമായത്. അന്നേ പിടിച്ച് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഈ ഗർഭിണിയുടെ മുഖത്തടിച്ചു എന്ന് പറയുന്ന ദൃശ്യം പുറത്തു വരുമായിരുന്നു. ഇത് വീണ്ടും ആഭ്യന്തര വകുപ്പിനെ കുഴപ്പത്തിലാക്കിയില്ലേ? മസിൽ പവർ കൊണ്ട് എന്തും നേടാമെന്ന് വിചാരിച്ചിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. കാക്കിയിട്ട് കുറച്ച് മസിലും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം തൻ്റെ പരിധിയിൽ നിർത്താം എന്നുള്ളതാണ്. ഈ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അവരുടെ മെക്കിട്ട് കയറാനുള്ളതല്ല. മൃദുഭാവേ ദൃഢകൃതി.